ഇന്ത്യൻ ക്രിക്കറ്റിലെ നിലവിലെ 2 സൂപ്പർ താരങ്ങളാണ് കൊമ്പ് കോർക്കാൻ ഒരുങ്ങുന്നതെന്നും ഓർക്കേണ്ടതുണ്ട്. IPL എത്തുമ്പോൾ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ വലിയൊരു ആധിപത്യം കാട്ടാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല എന്ന് പറയാം. കണക്കുകളിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. 2014 ആദ്യമായി ഇരുവരും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നത്. അന്ന് ബുംറയുടെ 7 പന്തിൽ 17 റൺസ് എടുത്ത് സഞ്ജു കയ്യടി നേടിയിരുന്നു. എന്നാൽ അവിടെ നിന്നായിരുന്നു ബുംറയുടെ വളർച്ചയുടെ തുടക്കവും. 2016 IPL എത്തുമ്പോൾ ആകെ 13 പന്തുകളാണ് സഞ്ജു ബുംറയെ നേരിട്ടത്. എന്നാൽ അപ്പോൾ നേടാനായത് വെറും 8 റൺസാണ്. 2018 എത്തുമ്പോൾ 6 പന്തിൽ 5 റൺസും 2019 7 പന്തിൽ 2 റൺസും നേടി. 2020 എത്തുമ്പോൾ 10 പന്തിൽ 14 റൺസാണ് സഞ്ജു നേടിയത്. 2021 2 പന്തിൽ 2 റൺസും 2022 3 പന്തിൽ 1 റണ്ണും നേടി. 2024 വരുമ്പോൾ 13 പന്തിൽ 15 റൺസാണ് സഞ്ജുവിന് നേടാനായത്. അങ്ങനെ 61 പന്തുകൾ ആകെ നേരിട്ട് 64 റൺസാണ് സഞ്ജു ബുംറയ്ക്കെതിരെ നേടിയിട്ടുള്ളത്. 2 തവണ സഞ്ജുവിനെ പുറത്താക്കാനും ബുംറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 9 ബൗണ്ടറികൾ നേടിയെങ്കിലും ഒരു സിക്സർ പോലും ബുംറയ്ക്കെതിരെ സഞ്ജു പറത്തിയിട്ടില്ല എന്നതും മറ്റൊരു സത്യമാണ്. 104.9 മാത്രമാണ് ബുംറയ്ക്കെതിരെ സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ്. ഇത്തവണ CSKയുടെ ഓപ്പണർ റോളിൽ സഞ്ജു എത്തുകയാണെങ്കിൽ ന്യൂ ബോളിൽ ബുംറയെ തന്നെ പ്രതീക്ഷിക്കാം. മുംബൈ ബോളിംഗ് നിരയുടെ പ്രധാന ലക്ഷ്യവും സഞ്ജു തന്നെയായിരിക്കും. കാരണം പവർ പ്ലേക്ക് മുൻപ് തന്നെ സഞ്ജുവിനെ പുറത്താക്കിയില്ല എങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത ടോട്ടലിലേക്ക് സഞ്ജു ചെന്നൈയെ കൊണ്ട് എത്തിക്കുമെന്ന് വ്യക്തമായ ധാരണ മുംബൈക്ക് ഉണ്ട്. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ സഞ്ജു ഫാക്ടർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ എത്രമാത്രം സ്വാധീനിച്ചതാണ് എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. ഇന്ത്യയുടെ വിജയശില്പികൾ നേർക്കുനേർ വരുമ്പോൾ വാശിയേറിയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം.